പുൽവാമയിലെ വീഴ്ചയ്ക്ക് ഉത്തരവാദികളെ തേടുമ്പോൾ എവിടെയൊക്കെ അന്വേഷിക്കണം? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ ചേരുന്നത് അഡ്വക്കേറ്റ് എ റഹീം, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ നാരായണൻ നമ്പൂതിരി, ഒപ്പം നയതന്ത്ര വിദഗ്ധൻ മുൻ അംബാസഡർ MK ഭദ്രകുമാർ എന്നിവർ. ശ്രീ MK ഭദ്രകുമാർ, പുൽവാമ നൽകുന്ന പാഠങ്ങൾ എന്താണ്? ഒന്നാമതായിട്ട് അത് സൂചിപ്പിക്കുന്നത് ഏതാണ്ടൊരു ഭേദപ്പെട്ട രീതിയിൽ കാശ്മീർ വാലിയിലെ സെക്യൂരിറ്റി സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഭേദപ്പെടുത്തുന്നതിനായിട്ട് സൈന്യത്തിൻ്റെ ശ്രമങ്ങൾ ഫലത്തിലായി. എന്നിരുന്നാൽ തന്നെയും അതിനെ രാഷ്ട്രീയ തലത്തിൽ മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഏതാണ്ട് മിലിറ്ററിയുടെ അവിടുത്തെ പെർഫോമൻസ് ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു നിയർ ഓപ്റ്റിമലായിരുന്നു. ഇൻഫിൽട്രേഷൻ്റെ തോത് വളരെ കുറഞ്ഞു. ഈ ടെററിസ്റ്റ് അറ്റാക്കുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് നോക്കുകയാണെങ്കിലും വളരെ ഭേദപ്പെട്ടു. നുഴഞ്ഞുകയറ്റം വളരെ വലിയ തോതിൽ കുറഞ്ഞു. അതിനെ അവർക്ക് പ്ലഗ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇതൊക്കെ ആയിരുന്നാലും അതിന് ഒരു ശാശ്വതമായിട്ട് ഒരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതിന് രാഷ്ട്രീയ തലത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ BJPയും PDP സർക്കാരും തമ്മിലുണ്ടായിരുന്ന കൂട്ടുഭരണം, ആ സംവിധാനം, ഞാനതിനെ ആ സമയത്ത് തെറ്റായിട്ട് കണക്കിലെടുത്ത് പിന്തുണ കൊടുത്ത ഒരു വ്യക്തിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇത് അതിൻ്റെ ലോജിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രഷൻ, ഇത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇതിനെ ഒരു പൊളിറ്റിക്കൽ ട്രാക്ക് തുടങ്ങുന്നതിനുള്ള ഒരു ശ്രമത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഈ ഹുറിയത്തുമായിട്ടും മറ്റും ബന്ധപ്പെടും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അന്നുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു എന്നുള്ളത് ഇന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ പരാജയം ഇന്ന് നമ്മളെ ഹോണ്ട് ചെയ്യുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്നത്തെ സിറ്റുവേഷനിൽ. രണ്ടാമത്, ഈ പാകിസ്ഥാനുമായിട്ടുള്ള നയം ഇത് വളരെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധമാണ്. വലിയ കോൺട്രഡിക്ഷൻസ് ഉള്ള ഒരു ബന്ധമാണ്. എന്നിരുന്നാൽ തന്നെയും പാകിസ്ഥാനെ എൻഗേജ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മളുടെ സമീപനം ആ രീതിയിലായിരുന്നു, നമ്മുടെ ചിന്താഗതി ആ രീതിയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നുമെല്ലാം വ്യത്യാസമായിട്ട് പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുകയില്ല എന്നുള്ള തുടക്കം വെച്ചത്, ആ കാര്യത്തിലും തുടക്കം വെച്ചത് ശ്രീ നരേന്ദ്രമോദി നല്ല രീതിയിലായിരുന്നു. സാർക്കിലെ എല്ലാ രാഷ്ട്രത്തലവന്മാരെയും ഡൽഹിയിലേക്ക് ക്ഷണിച്ചതും നവാസ് ഷെരീഫ് വന്നതും ഒക്കെ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഉടനെ ഒരു ടെലിഫോൺ കോൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറും ഹുറിയത്തുമായിട്ട് ഒരു ടെലിഫോൺ കോൾ ഉണ്ടായെന്ന് ഉള്ള ഒരു അലിബായിൽ, ഒരു പ്രിടെക്സ്റ്റിൽ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം എൻഗേജ്മെൻറ്റ് വേണ്ട എന്നുള്ള ഒരു നയമാണ് അവർ എടുത്തത്. അതായത് ടെററിസവും ഇത്തരത്തിലുള്ള സംഭവങ്ങളും നടക്കുന്നിടത്തോളം കാലം പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുകയില്ല. അതിന് ന്യായീകരണമായിട്ട് പറഞ്ഞത്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും, പണ്ട് കാലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് എന്ത് പ്രയോജനം ശാശ്വതമായിട്ടുണ്ടായി? ശരിയാണ്. പക്ഷേ എൻഗേജ്മെൻറ്റ് നമ്മൾ എല്ലാ കാര്യവും നടത്തിയിരുന്നത് അത് ഉടനെ അതിൽ നിന്നും എന്തെങ്കിലും റിസൾട്ട്സ് ഉണ്ടാകുമെന്നോ ശാശ്വതമായിട്ടുള്ള പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നോ ഒന്നും വിശ്വസിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു മിഥ്യാലോകത്തിലല്ലായിരുന്നു നമ്മൾ. എല്ലാ കാര്യത്തിലും ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടായിരുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അങ്ങനെ എളുപ്പം പരിഹരിക്കാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളല്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെൻറ്റ് വേണം, ഒരു ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണം. ഇന്നത്തെ സ്ഥിതിവിശേഷം എന്താണ്? ഈ സംഭവം വ്യാഴാഴ്ച നടന്നു, പക്ഷേ പാകിസ്ഥാനുമായിട്ട് യാതൊരു രീതിയിലും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലില്ല എന്നുള്ളതാണ്. നയതന്ത്രതലത്തിൽ രണ്ട് രാജ്യങ്ങളിലും എംബസികളുണ്ട്. എന്തെങ്കിലും ഒരു അപ്രീതി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അവർ എംബസിയിലുള്ള ഉദ്യോഗസ്ഥരെ വിദേശകാര്യ വകുപ്പിൽ അവർ MEAയിൽ വിളിച്ചുക, പരാതി പറയുക എന്നുള്ളതല്ലാതെ തുടർച്ചയായിട്ടുള്ള ഒരു ബന്ധമോ തുടർച്ചയായിട്ടുള്ള ഒരു കോണ്ടാക്റ്റോ നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അതിനെ നമ്മളുടെ കാഴ്ചപ്പാടിൽ വിശദീകരിച്ചു കൊടുക്കുക, അത്തരത്തിലുള്ള സാധാരണയുള്ള ശ്രമം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രീ MK ഭദ്രകുമാർ, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത്, എവിടെയാണോ ഈ പാകിസ്ഥാനുമായുള്ള ബന്ധം, കശ്മീർ എവിടെ ആയിരുന്നു,
ഒന്നുകിൽ അവിടെ തന്നെയോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു തിരിച്ചുപോക്കോ പോലെ ഒരു അവസ്ഥയിൽ ആണ് ഇപ്പോൾ കാര്യങ്ങൾ. അതിനെയൊക്കെ മറികടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി വന്നവരൊന്നും അതിലെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അതൊന്നും കുറ്റപ്പെടുത്തേണ്ട ഘട്ടമാണോ ഇത് എന്നത് വേറൊരു വിഷയം. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അന്വേഷിക്കുമ്പോൾ ഇത് പറയണമല്ലോ. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒന്നുകൂടി നമ്മൾ സ്പെസിഫിക്കായി ഇതിനെ പരിശോധിച്ചാൽ ഇന്നലെ നടന്നത് പുൽവാമയിൽ എന്താണ്? അതിലൊരു അസ്വാഭാവികതയുണ്ടോ? ഇതൊക്കെ പുറമേ അതിർത്തിക്കപ്പുറം പഴയതുപോലെ നിൽക്കുമ്പോഴും പാകിസ്ഥാനുമായുള്ള ബന്ധം അതുപോലെ നിൽക്കുമ്പോഴും തീവ്രവാദികൾ ഇന്ത്യയെ നോക്കി പല രീതിയിൽ സന്ദർഭങ്ങൾ നോക്കി നിൽക്കുന്ന അവസ്ഥയുള്ളപ്പോഴും നമ്മൾ സജ്ജമായിരുന്നോ, സുരക്ഷ കൃത്യമായിരുന്നോ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നോ അവിടെ 2 ബറ്റാലിയൻ CRPF ജവാന്മാരുടെ ആ ദേശീയ പാതയിലൂടെയുള്ള യാത്ര? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിലെ സെക്യൂരിറ്റി അനലിസ്റ്റ് തന്നെ വിലയിരുത്തുന്നത് ഒരു വലിയ തോതിലുള്ള ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ഇന്ന് ഏതോ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു, ഗവർണർ തന്നെ അത് ഏതാണ്ട് സമ്മതിച്ചു. അവിടുത്തെ കാശ്മീരിലെ JNK ഗവർണർ തന്നെ അത് സമ്മതിച്ചു. അപ്പോൾ വളരെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുമ്പോൾ, ഒരു വലിയ രീതിയിലുള്ള ഒരു കോൺവോയ് പോകുമ്പോൾ അതിനുള്ള മുൻകരുതലുകളും അതിനുള്ള ഗ്രൗണ്ട് ഇൻ്റലിജൻസും അതുമൊക്കെ ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. ആ പാഴ്ച ഉണ്ടായെന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇതിൽ വേറൊരു രീതിയിൽ നമ്മളിത് നോക്കുമ്പോൾ ഈ അവിടുത്തെ ഇൻസർജൻസിക്കും വേറൊരു തരത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ, 2-3 വർഷങ്ങളിൽ. ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു ഇൻസർജൻസി ആയിട്ടത് രൂപപ്പെടുകയാണ്. പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള ഒരു ഇൻസർജൻസിയിൽ നിന്നും ഒരു ഇൻഡിജീനിയസ് ഇൻസർജൻസി ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ 18 വയസ്സും 20 വയസ്സും ഒക്കെയുള്ള ചെറുപ്പക്കാർ, അവരാണ് ഈ ജസ്റ്റിസ്, റെസിസ്റ്റൻസ് ഇത്തരത്തിലുള്ള ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രീതിയിലുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നുകൂടുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇതിലൊക്കെ അണ്ടർപിന്നിങ് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ ഡയലോഗ് അവിടെ ഇല്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കലായിട്ട് ഒരു ഇടിയം ഇല്ലായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ അതിൽ പ്രസക്തിയുള്ളതാണ്. ഈ ഇൻ്റലിജൻസ് ഫെയിലിയർ പ്രാക്ടിക്കൽ ലെവലിൽ നോക്കുമ്പോൾ ഒരു വളരെ വലിയൊരു ഫെയിലിയറാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ MK ഭദ്രകുമാർ എന്ന നയതന്ത്ര വിദഗ്ധൻ വളരെ ആധികാരികമായി ഇപ്പോൾ പരിശോധിച്ചത് ഏത് ആംഗിളിൽ കൂടി നോക്കിയാലും ഒടുവിൽ രാഷ്ട്രീയമായി ഒരു ഉത്തരം കിട്ടേണ്ടിടത്താണ് കാര്യങ്ങൾ. ആ രാഷ്ട്രീയമായ ഒരു ജാഗ്രതയുടെ കുറവ് അതൊരു ഘട്ടത്തിലും കാശ്മീരിൽ വേണ്ട വിധം ജാഗ്രത ഇല്ലാതിരുന്നതിൻ്റെ, അതിർത്തിയുമായുള്ള ബന്ധത്തിൽ അത് വളരെ സന്തുലിതമായി പാലിക്കാത്തതിൻ്റെ ഒക്കെ അപകടം ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു എന്നാണ്. അങ്ങനെ ഒരു ഘട്ടമുണ്ടാകുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ ആർക്കും ആകാത്തൊരു ഘട്ടമുണ്ട്. അത് വിളിച്ചു പറയേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഇത് എന്നുള്ളിടത്ത് ഏത് സാഹചര്യത്തിലാണ് സർക്കാരിനോടും സൈന്യത്തോടും ഇന്ന് നിശബ്ദത പാലിച്ചുകൊണ്ട് ഒരു വർത്തമാനവും പറയാതെ പ്രതിപക്ഷം നിൽക്കുന്നത്? ഇത് ഏറ്റവും വലിയ ദുഃഖകരമായ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഒരു കൂട്ടക്കുരുതിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആംഡ് ഫോഴ്സൊക്കെ വല്ലാത്ത ദുഃഖത്തിലും മാനസിക സംഘർഷത്തിലുമാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് മറ്റ് കാര്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെയോ മൊറയിൽ തകർക്കരുത് എന്ന ആ ഒരു ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ആ തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകാനുള്ള സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും എത്ര പേര് മരിച്ചു എന്നതിനെ കുറിച്ച് പോലും കൃത്യം വന്നിട്ടില്ല. 44 മുഴുവൻ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ലിമിറ്റേഷനുണ്ട്. ശ്രീ ഭദ്രകുമാർ എന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹം ഒരു ഫോറിൻ ഡിപ്ലോമാറ്റാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സൈഡ് ഇല്ല. പക്ഷെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെടുത്തിട്ടുള്ള ലൈൻ ഈ സമയത്ത് ജവാന്മാരോടും അതുപോലെ ഗവൺമെൻറ്റിനോടും ഒരുമിച്ച് നിൽക്കുക,
ടെററിസ്റ്റെ തോൽപ്പിക്കണം, അതിന് പിന്നീടുള്ള സന്ദർഭങ്ങളിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്നാണ് ഞങ്ങളുടെ ഒരു പൊതുവായ ലൈൻ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അത് പൂർണ്ണമായും ഞാൻ അംഗീകരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാ പിന്തുണയും സർക്കാരിനും സൈന്യത്തിനും രാജ്യത്തിനും നൽകിക്കൊണ്ട് ഒരു തരത്തിലുമുള്ള മറ്റൊരു വിഭജന ശബ്ദവും പുറപ്പെടുവിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ രാജ്യം ചില ചോദ്യങ്ങൾ മനസ്സിൽ ചോദിക്കുന്നുണ്ട്. 41ഓളം ആളുകൾ അല്ലെങ്കിൽ 40 പേരെങ്കിലും ജീവൻ പൊലിഞ്ഞ് രാജ്യത്തിന് വേണ്ടി ഇന്നിപ്പോൾ ബലി കൊടുത്തു നിൽക്കുന്ന ഒരവസ്ഥയിൽ അവരോടൊപ്പം നിൽക്കുന്ന മനസ്സുള്ള രാജ്യം ചോദിക്കുന്ന ചോദ്യം, ഇതൊരു പുതുമയുള്ള യാത്രയായിരുന്നില്ലല്ലോ. കശ്മീരിലൂടെയൊക്കെ പുൽവാമയിലൂടെയൊക്കെ ഇങ്ങനെ ബറ്റാലിയൻ യാത്ര ചെയ്യുന്ന പതിവുണ്ടല്ലോ. അങ്ങനെ പതിവുള്ളപ്പോൾ പതിവില്ലാത്ത കാഴ്ച എന്താണ്? ഈ കോൺവോയ് അടിസ്ഥാനത്തിൽ തന്നെ 2500 ജവാന്മാരടങ്ങിയ വാഹന വ്യൂഹം ഇങ്ങനെ ഒരു ചെക്കിങ്ങുമില്ലാതെ, ഒരു നിയന്ത്രണവുമില്ലാതെ, പരിശോധനകളില്ലാതെ ഇങ്ങനെ പോകുന്നൊരു ഘട്ടത്തെ നമുക്ക് ചോദിക്കേണ്ട ഘട്ടം ഇതല്ലാതെ മറ്റേതാണ് എന്ന ചോദ്യത്തോട് ഉത്തരം എന്താണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? ഞാൻ പറഞ്ഞില്ല, അത് ഇപ്പോൾ ഒരു മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ചിലപ്പോൾ ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ലാപ്സ് ആകാം. അതൊക്കെ ചർച്ച ചെയ്യാനില്ലാൽ. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ 2-3 ദിവസങ്ങളിൽ അതിലേക്കുള്ള ചർച്ചയ്ക്ക് പോയാൽ വരാൻ പോകുന്നൊരു ബുദ്ധിമുട്ട്, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് മറ്റെന്തോ കാണുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു ഞങ്ങൾ മറ്റ് രാഷ്ട്രീയ ചർച്ചകൾ ഇല്ല. അപ്പോൾ നാളെ ഓൾ പാർട്ടി മീറ്റിംഗ് അവിടെ വിളിച്ചിട്ടുണ്ട് കാശ്മീരിൽ. അവിടെ പറയാം 2-3 ദിവസം കൊണ്ട് ഇതിൻ്റെ മറ്റ് പല വിവരങ്ങളും പുറത്തു വരും. ആ സമയത്തായിരിക്കാം കുറച്ചുകൂടെ ഡീറ്റെയിലേക്ക് ഒരു ചർച്ചയ്ക്ക് നല്ലത് എന്നാണ് എൻ്റെ ഒരു വീക്ഷ കാര്യത്തിൽ. ശ്രീ എ റഹീം, ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ എ റഹീം എന്ന ഇടത് രാഷ്ട്രീയ നേതാവിനും അത്തരമൊരു കാത്തിരിപ്പിനുള്ള ക്ഷമയുണ്ടോ? ഈ ചോദ്യങ്ങൾ 3 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടെങ്കിൽ അതേതു തരം ചോദ്യങ്ങളാണ്? ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പൊതുവിൽ അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, ശ്രീ ഡൊമിനിക് പ്രസന്റേഷന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ സംസാരിച്ച ശ്രീ ഭദ്രകുമാർ ഉൾപ്പെടെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും, വ്യക്തികൾ ഒക്കെ, മാധ്യമങ്ങൾ ഒക്കെ എടുക്കുന്നൊരു പൊതു സമീപനം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അർത്ഥം ചോദ്യങ്ങളില്ലാതാകുന്നു എന്നല്ല, ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നു എന്നുമല്ല. ചോദ്യങ്ങൾ ചോദിക്കേണ്ടി തന്നെ വരും, അതിൽ സംശയവുമില്ല. ചോദ്യങ്ങൾക്ക് രാജ്യം ഭരിക്കുന്നവർ ഉത്തരം പറയേണ്ടിയും വരും. കാരണം ഈ രാജ്യത്ത് BJP വോട്ട് വാങ്ങിയ പ്രധാനപ്പെട്ട ഒരു തന്ത്രം തന്നെ ഈ പറയുന്നതായിരുന്നു. ഒരു കാർഡ് രാജ്യസുരക്ഷയായിരുന്നു. രാജ്യസുരക്ഷ എന്നതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട കാർഡ്. എസ്പെഷ്യലി പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പ്രചരണായുധങ്ങളിലൊന്നത് തന്നെയായിരുന്നു. അത് നോക്കുമ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ധീരരായ ഈ രാജ്യത്തിൻ്റെ പുത്രന്മാർ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വേദനയോടുകൂടി തന്നെ നമുക്ക് ചോദിക്കാൻ കഴിയുന്നത്, മോദി അധികാരത്തിലേറി മോദി ഇറങ്ങിപ്പോകുന്നതിനിടയിൽ ഇത്രയധികം എത്ര പേരാണ് സൈനികർ മരിച്ചത്? ഞാൻ വർഷം തിരിച്ചുള്ള കണക്കുണ്ടാകുന്നു. ഇപ്പോൾ ഞാനിത് പറഞ്ഞ് വേറൊരു തരത്തിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് മോദി ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടത്? മോദി ഈ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണം, അവസാനത്തെ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞ് ഗോവയിലേക്ക് ഇറങ്ങുകയാണല്ലോ. എന്തായിരുന്നു രാജ്യസുരക്ഷയെന്ന അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം? ആ വാഗ്ദാനത്തിൽ എന്താണ് ബാലൻസ് ഷീറ്റ് എന്നൊന്ന് പരിശോധിച്ചാൽ എന്തായിരിക്കും? അപ്പോൾ അതിലേക്ക് എത്തിച്ച വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ശ്രീ MK ഭദ്രകുമാർ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചത്. അതൊരു പൊളിറ്റിക്കൽ ഡയലോഗ് ഇല്ലാത്തത്, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത് മുതൽ ഇങ്ങോട്ട് ഇൻ്റലിജൻസ് ഫെയിലുവർ വരെ എത്തി നിൽക്കുന്ന ഓരോ കാര്യങ്ങളും. പത്താൻകോട്ട് വന്നപ്പോഴങ്ങനെയാണ്, ഉറിയിലെ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മൾ വേദനയോടുകൂടി ധീരജവാന്മാരുടെ അന്ത്യാഭിവാദ്യം കൊടുക്കുന്നു, യാത്ര അയക്കുന്നു. അവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നതിനപ്പുറത്ത് എന്തുകൊണ്ട് ഇന്ത്യയെപ്പോലെ, ഇന്ത്യ ദുർബലമായ ഒരു രാജ്യമല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് നമ്മൾ പാകിസ്ഥാനാണ്. ഈ പാകിസ്ഥാനോട് ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് വളരെ കൃത്യമായി സുസജ്ജമായ എല്ലാ സംവിധാനങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. പിന്നെ എവിടെയാണ് പരാജയപ്പെടുന്നത്? ഏത് ഘട്ടങ്ങളിലാണ് അത് പരാജയപ്പെടുന്നത്? അപ്പോൾ ഇവിടെ വളരെ രാഷ്ട്രീയ അവധാനതയോടുകൂടി കാശ്മീർ എന്ന നീറുന്ന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ BJPക്ക് കഴിഞ്ഞില്ല. BJP തന്നെയാണ് അവിടെ യഥാർത്ഥത്തിൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെ PDPയെ കൂടെ നിർത്തി അവിടെ നടന്ന ഓരോ നീക്കങ്ങളും നമുക്കറിയാവുന്നതാണ്. കാശ്മീരിനെ കൂടുതൽ സംഘർഷഭരിതമാക്കാനാണ് യഥാർത്ഥത്തിൽ BJPയുടെ ഭരണം ഉപകരിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും.
ഇവിടെ ഈ പറയുന്ന 39 ധീര സൈനികരുടെ ഭാരതപുത്രന്മാരുടെ വേർപാടിൽ നീറുന്ന വേദന ഓരോ ഇന്ത്യക്കാരനും പ്രകടിപ്പിക്കുമ്പോഴും മനസ്സിൽ കടിച്ചമർത്തുന്നുണ്ട് ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ എന്നുകൂടി നാം ആ മനസ്സുകൂടി വായിക്കാതെ പോവുക സാധ്യമല്ല. തിരിച്ചു വരാം ശ്രീ റഹീം. ശ്രീ നാരായണൻ നമ്പൂതിരി, ഇന്നത്തെ ദിവസം രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തെ ജനത തന്നെ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ഒന്നാണ്, കഷ്ണങ്ങളായി മുറിക്കാൻ ശ്രമിച്ചവർക്കൊപ്പം ഇല്ല, അങ്ങനെ ശ്രമിച്ചവർ നിരാശപ്പെടട്ടെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം പിന്തുണയോടുകൂടി ഇത്രയധികം ശക്തിയോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന രാജ്യമാണ് ഈ സന്ധ്യയ്ക്ക് നമ്മുടെ രാജ്യം. അതിന് 40 പേരുടെ ജീവൻ പോയി എന്നൊരു കാര്യം കൂടിയുണ്ട്. അവിടെ ഒരു ചോദ്യം മുമ്പിലുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പക്ഷേ അത് ഈ ഘട്ടത്തിൽ തുറന്നു ചോദിക്കാൻ പോലും ആകില്ല, അവർ അങ്ങനെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ, അക്കാദമികമായി വിലയിരുത്തുന്നവർക്ക് ചോദിക്കാം. നേരത്തെ റഹീം പറയാതെ വിട്ട ചില കണക്കുകൾ, 2016 നടന്ന ഭീകരാക്രമണങ്ങളുടെ എണ്ണം 332, 2017 അത് 347, 2018 614. ഒരു ഭീകരാക്രമണവും ഉണ്ടാകാതിരിക്കാൻ നോട്ട് നിരോധിച്ച രാജ്യമാണിത്. ഈ രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത് എന്നത് ഏതെങ്കിലും ഒരു പ്രസംഗം കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാനാകുന്ന നഷ്ടമാണോ? സുബ്രഹ്മണ്യം സ്വാമി ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ കാശ്മീർ നയത്തിന്റെ പൂർണ്ണ പരാജയം എന്ന് വിളിക്കാമോ ഇതിനെ? ചോദ്യം വളരെ വലുതായതുകൊണ്ട് ഉത്തരം തരാനും സ്വല്പം സമയം തരണം. ലാലിൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ബഹുമാന്യനായ ഭദ്രകുമാർ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. കാശ്മീരിൽ PDPയുമായി BJP ഭരണകൂടം സംസ്ഥാന ഭരണം ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, PDP തീവ്രവാദ പ്രവർത്തനത്തിന് തടയിടാൻ സഹായകരമാകും ആ ഭരണകൂടമെന്ന്. പക്ഷെ PDPയുടെയും അന്നത്തെ കാശ്മീർ മുഖ്യമന്ത്രിയുടെയും സമീപനം പലപ്പോഴും തീവ്രവാദ പ്രവർത്തനം അമർച്ച ചെയ്യുന്നതിന് പകരം തീവ്രവാദികളെ പിന്തുണ കൊടുക്കുന്ന സമീപനം വരുമ്പോൾ തീവ്രവാദ പ്രവർത്തനം അമർച്ച ചെയ്യുക എന്നുള്ള ലക്ഷ്യം സാധൂകരിക്കാതെ വന്നപ്പോഴാണ് ആ മന്ത്രിസഭയിൽ നിന്ന് BJP പുറകോട്ട് പോയത്. ഒരു പരീക്ഷണമായിരുന്നു കാശ്മീരിൽ, ഒരു പുതിയ പരീക്ഷണമായിരുന്നു. പക്ഷെ PDPയുടെ നിരന്തരമായ, അതേപോലെ തന്നെ നാഷണൽ കോൺഫറൻസിന്റെയും എല്ലാം നിരന്തരമായ അവിടുത്തെ വിധ്വംസക ശക്തികളെ താലോലിക്കുന്ന സമീപനം കൊണ്ട് BJP ആ മന്ത്രിസഭയിൽ നിന്ന് പുറകോട്ട് പോയി എന്നുള്ള സത്യമാണ്. അത് ആ പരീക്ഷണം പരാജയപ്പെട്ടു, ശരിയാണ്. പക്ഷേ കാശ്മീരിലെ ജനങ്ങളുമായി സംവദിക്കാനും അവരെ തീവ്രവാദ പ്രവർത്തനത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുവരാനുമുള്ള പരിശ്രമം, വളരെ ബോധപൂർവമായ പരിശ്രമം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാശ്മീരിൽ ഇന്ന് കാശ്മീരിലടക്കം, ജമ്മുവിൽ മാത്രമല്ല, ഈ തീവ്രവാദ ആക്രമണത്തിനെതിരായി വലിയ ജനരോഷം ഉണ്ടാകുന്നത്. അതൊരു ഭാഗം. 2, പാകിസ്ഥാനുമായി എൻഗേജ്മെന്റ് വേണമെന്ന് പറഞ്ഞു. എത്ര നാളായി സാർ എൻഗേജ്മെന്റ് തുടങ്ങിയിട്ട്? 975 തൊട്ട് പാകിസ്ഥാന്റെ പ്രോക്സി വാർ ഇന്ത്യയിൽ ആരംഭിച്ചതാണ്. 975 തൊട്ട് തുടങ്ങിയ ആ തീവ്രവാദ പ്രവർത്തനമാണ്, ആക്രമണമാണ്. ഭദ്രകുമാറിനൊക്കെ നന്നായിട്ട് അറിയാം. എത്രയോ വട്ടം സംസാരിച്ചു. ഈ ആക്രമണത്തിൽ ഇന്ത്യ ചോരയൊലിക്കുമ്പോഴും, ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് പാകിസ്ഥാൻ കുത്തി ചോരയൊലിച്ച് വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും പാകിസ്ഥാനുമായി സംസാരിക്കാൻ മുൻ ഭരണകൂടങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനം മുംബൈയിലെ തെരുവിൽ പിടഞ്ഞു വീണു മരിച്ച 100 ആളുകൾ, അന്നും പാകിസ്ഥാനുമായി സംസാരിച്ചു. പാകിസ്ഥാന് തെളിവ് കൊടുക്കണമെന്ന് പറഞ്ഞു. പാകിസ്ഥാനോട് ജെയ്ഷെ മുഹമ്മദിന്റെ ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ തെളിവ് ചോദിച്ചു. ഇന്ത്യൻ ഭരണകൂടം തെളിവ് നൽകി. പാകിസ്ഥാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ പറഞ്ഞത് അത് തെളിവല്ല, കേവലം ചില ഡോക്യുമെന്റുകൾ മാത്രമാണെന്നാണ്. ഈ സംസാരമെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സംസാരിക്കുകയും പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു രാജ്യത്തെ എൻഗേജ് ചെയ്യുകയല്ല വേണ്ടത്. വാക്കും കത്തിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, വാക്കും തോക്കും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു സമയം വളരെ വ്യക്തമായ സുവ്യക്തമായ സമീപനമാണ് ഭരണകൂടം എടുത്തത്. 2, റഹീം പറഞ്ഞ തീവ്രവാദ പ്രവർത്തനം. റഹീം പറഞ്ഞതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ നാരായണൻ നമ്പൂതിരി, അവിടെ ഒരു വ്യക്തത ആവശ്യമുണ്ടല്ലോ.
ശ്രീ ഭദ്രകുമാർ പറഞ്ഞിടത്ത് താങ്കൾ പറഞ്ഞത് വാക്കും കത്തിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, വാക്കും തോക്കും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താണിപ്പോൾ കൊണ്ടുപോയത്? അതും ഇതും തമ്മിൽ എന്ത് വ്യത്യാസം? ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെയും ഇപ്പോൾ തിരിയുകയല്ലേ? അല്ലല്ല, ഇല്ല, ഞാൻ അത് റഹീം പറഞ്ഞ കാര്യങ്ങളിലെ കൂടി തന്നെ വരുമ്പോഴത് പൂർണ്ണമാകും. പറഞ്ഞോളൂ. ഇന്ത്യയിലെ രാജ്യസുരക്ഷയെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 4.5 വർഷം എടുത്തു നോക്കൂ. BJP അധികാരത്തിൽ വരുന്ന, ഞാൻ ഒരു രാഷ്ട്രീയമായ ഒരു ചർച്ച ഇന്നത്തെ ദിവസം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ കൂടി റഹീം സൂചിപ്പിച്ചത് കൊണ്ട് പറയാം. ഇന്നത്തെ ഈ ഇന്ത്യയിലെ 2014 മുമ്പുള്ള ചരിത്രം എടുത്തു നോക്കൂ. നമ്മുടെ കോഴിക്കോട്ട് മൊഫീസൽ ബസ് സ്റ്റാൻഡിൽ വരെ സ്ഫോടനമുണ്ടായി, കേരളത്തിലടക്കം മൊഫീസൽ ബസ് സ്റ്റാൻഡിലടക്കം. ബാംഗ്ലൂര്, ഡൽഹിയിൽ, ഇന്ത്യയിലെ എല്ലാ തെരുവുകളിലും എല്ലാ നഗരങ്ങളിലും തീവ്രവാദ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 4.5 വർഷത്തെ അതിശക്തമായ നിലപാട് കൊണ്ട് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലുള്ള തീവ്രവാദ പ്രവർത്തനം കാശ്മീരിൽ മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾ തീവ്രവാദ പ്രവർത്തനത്തിൽ നിന്ന് മോചിതരാകുകയോ അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണത്തിൽ നിന്ന് മോചിതരാകുകയോ ചെയ്തു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കാശ്മീരിൽ ശരിയാണ്, അതിശക്തമായി തീവ്രവാദികളെ നേരിടുമ്പോൾ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാം. നിരന്തരമായ ഓരോ ദിവസവും അവിടെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. ഭദ്രകുമാർ തന്നെ സൂചിപ്പിച്ചു, ഞാൻ അതുകൊണ്ട് അത് പറയുന്നില്ല. കടന്നുകയറ്റം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തീവ്രവാദികളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദിന്റെ അനന്തരവന്മാർ മുഴുവൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ഒരു പ്രദേശത്തേക്ക് തീവ്രവാദ പ്രവർത്തനം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അവിടെ. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ആ പ്രശ്നങ്ങളെ നേരിടാനും ശക്തമാണ് ഇന്ത്യയുടെ ഭരണ നേതൃത്വം. ആ ഭരണ നേതൃത്വം. ശരി, ഭദ്രകുമാർ, ഈ നാഷണൽ സെക്യൂരിറ്റി എത്രമാത്രം ഭദ്രമാണ് എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പാകിസ്ഥാനിലേക്ക് ചർച്ച പോകും. അവിടെ ഉള്ള തീവ്രവാദികളിൽ നിന്നുള്ള അവരുടെ സഹായത്തോടു കൂടി ഇവിടെയുള്ളവർ എടുക്കുന്ന പ്രയോഗങ്ങൾ മൂലം ഇവിടെ ഉണ്ടാകുന്ന ജീവഹാനി, ആക്രമണങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഇതൊരു ഇന്റലിജൻസ് ഫെയിലുവർ, ഇവിടെ അകത്തുള്ള സുരക്ഷാ നടപടികളിലെ വീഴ്ച, ഇവിടെ തന്നെ ഏത് രീതിയിലാണ് നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യേണ്ടത് എന്നിടത്ത് വന്നിരിക്കുന്ന പലതരത്തിലുള്ള ലാപ്സുകൾ, ഇതൊക്കെ ചർച്ച ചെയ്യാതെ നേരെ ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് പോകുന്നതോടുകൂടി ഇനി എല്ലാം തീരും, ഇതിനൊരു മറുപടിയാകും എന്ന തരത്തിൽ ഇനിയൊരു വാർത്ത നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്താണ്? ഒരു ദിവസം ഇന്നലെ രാത്രിയിൽ നമ്മൾ അപ്പുറത്തെ അതിർത്തി ശത്രു സൈന്യത്തിന്റെ ബങ്കറുകൾ നശിപ്പിച്ചു, ഇത്ര ആളുകളുടെ ജീവഹാനി അപ്പുറത്തുണ്ടാക്കി എന്നൊരു വാർത്ത കൊണ്ട് അടയ്ക്കാനാകുന്ന സുരക്ഷാ പരാജയം എന്ന് എഴുതാനാകുമോ ഇതിനെ? ലാൽ പറഞ്ഞ അവസാനത്തെ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചിരുന്നാൽ നമ്മളുടെ അനുഭവം എന്താണ്? ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞത് രാഷ്ട്രീയ തലത്തിൽ മുതലെടുക്കാനൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഭരണകക്ഷിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇഫക്റ്റീവായിട്ട് അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ശാശ്വതമായിട്ട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടായില്ല താനും. പക്ഷേ ഇന്നത്തെ കാര്യം അതല്ല. ഇന്നത്തെ കാര്യം ഇനി നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്കിലോട്ട് കടക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്, വളരെ യാതൊരു വിധത്തിലും സംശയമുണ്ടാകേണ്ട, സൂചിപ്പിച്ചിട്ടുണ്ട് എസ്കലേഷൻ ഉണ്ടാകും, പാകിസ്ഥാനിൽ നിന്ന് റിറ്റാലിയേഷൻ ഉണ്ടാകും. റിറ്റാലിയേഷൻ ഉണ്ടായി എസ്കലേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അത് ആർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല, ആർക്കും അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് മാനേജ് ചെയ്ത് സ്വന്തമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കുകയല്ല. ശ്രീ ഭദ്രകുമാർ, ഞാൻ ഒന്ന് അങ്ങയോട് തന്നെ ചോദിക്കട്ടെ. അതായത് ഇതൊരു പക്ഷേ ഇന്നത്തെ ദിവസം രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് തന്നെ അത് ചോദിക്കുന്നത്. ഇത് ഇന്ന് എയറിലുണ്ട് ഇത്തരത്തിൽ അങ്ങ് പറഞ്ഞ ഈ ആശങ്ക. ഇത്തരത്തിൽ ഒരു പക്ഷേ അങ്ങോട്ടടിച്ചാൽ തിരിച്ച് ഇങ്ങോട്ടേക്കുണ്ടാകുന്ന അതിൻ്റെ ഒരു എസ്കലേഷനിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യം അത് പ്രതീക്ഷിക്കുന്നവർ ഉണ്ടത്രേ. അങ്ങനെയാണെങ്കിൽ 2019 ഇനി അങ്ങോട്ടുള്ള 2-3 മാസത്തിൽ നമ്മൾ രാജ്യത്ത് ജനാധിപത്യപരമായി നടക്കാനിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തെ പോലും വലിച്ചു നീട്ടാനാകുന്ന സാഹചര്യം, ഇതൊക്കെ ഇവിടെ ആരുടെയെങ്കിലും തലയിൽ ഉണ്ടോ എന്നുള്ളതല്ല. പക്ഷെ അതുപോലും നമ്മുടെ ഭരണഘടന പറയുന്ന ഒരു അടിയന്തരാവസ്ഥ വേണമെങ്കിൽ പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണത്. അതിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകാനിടയുള്ള ഒരു വർത്തമാനത്തെക്കുറിച്ചുള്ള സാധ്യതയാണ് അങ്ങിപ്പോൾ ചൂണ്ടിക്കാട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ നമ്മളുടെ ഓപ്ഷൻസ്
വളരെ വ്യക്തമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെക്യൂരിറ്റി ആനലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ തന്നെയും പാകിസ്ഥാൻ സപ്പോർട്ടഡ് ഇൻസർജൻസി അതിൽ നിന്നും രൂപാന്തരപ്പെട്ടിട്ട് ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു ഇൻസർജൻസി ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് നടക്കാത്തതിൻ്റെ അഭാവത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ഉദാഹരണത്തിന് RNDWയുടെ തലവനായിരുന്ന ദുലത്ത് കഴിഞ്ഞ മാസം വളരെ വെട്ടിത്തുറന്ന് പറഞ്ഞു, ഇത് ഈ പാകിസ്ഥാനെ പഴി പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഇത് നമ്മളുടെ അപാകതകളാണ് ഇപ്പോൾ ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്നത്, അതിനെ എന്തെങ്കിലും രീതിയിൽ അഡ്രസ്സ് ചെയ്യണം. ഇതുപോലെ തന്നെ ഏതാണ്ട് ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ശ്രീ MK നാരായണൻ്റെ ഒരു ലേഖനമുണ്ടായിരുന്നു. അദ്ദേഹം ഏതാണ്ട് ഈ വ്യാഴാഴ്ച നടന്ന ഈ സംഭവം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയതുപോലെ തോന്നുന്നു ഇന്ന്. എന്ന് വെച്ചാൽ ഇത് വരാൻ പോകുന്ന ഒരു ട്രെയിൻ ആക്സിഡൻറ്റ്, ആ രീതിയിലാണ് അദ്ദേഹം എഴുതിയത്, ഇത് നടക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇത് ഇങ്ങനെയുള്ള ഈ തിയേറ്ററിക്സും ഉണ്ട്. തിയേറ്ററിക്സ് എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ എന്ത് പറയണമെന്ന് അറിയില്ല. ഇത്തരത്തിലുള്ള ഒരു തിയേറ്ററിക്സ് കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഇന്നത്തേത്. സർജിക്കൽ സ്ട്രൈക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിറ്റാലിയേഷൻ ഉണ്ടാകും. അത് ഇന്നത്തെ പ്രാദേശിക തലത്തിലുള്ളതും അന്താരാഷ്ട്രീയ തലത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതിവിശേഷം കണക്കിലെടുക്കുമ്പോൾ അത് റീജിയണൽ സെക്യൂരിറ്റിയെയും റീജിയണൽ സ്റ്റെബിലിറ്റിയെയും ബാധിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. അതിൽ നിന്ന് വരാവുന്ന ഒരു വലിയൊരു ഭവിഷ്യത്ത് കാശ്മീർ പ്രശ്നം മുന്നിൽ വീണ്ടും വരാൻ ഒറ്റ ചോദ്യം കൂടി ശ്രീ MK ഭദ്രകുമാർ ഈ ഘട്ടത്തിൽ, അതായത് ലോകം മുഴുവൻ നമുക്ക് രാജ്യത്തിന്റെ ഖ്യാതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു പ്രധാനമന്ത്രി ആണ് നമുക്കുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഓട്ടത്തിന്റെ ഒരു സംഭാവന, ഒരു തരത്തിലുള്ള ഒരു തിരിച്ചു കിട്ടൽ ഇപ്പോഴിതാ ഈ ഉണ്ടായ 40 പേരുടെ ജീവഹാനിക്ക് നമ്മൾ ലോകത്തോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ ആ പിന്തുണ, ആ അർത്ഥത്തിൽ, ആ അളവിൽ? ഈ ടെററിസത്തിനെ കുറിച്ച്, ടെററിസ്റ്റ് ഇൻസിഡൻസ് നടക്കുമ്പോൾ എല്ലാവരും നമ്മളോട് അനുഭവം പ്രകടിപ്പിക്കും. പക്ഷേ അത് നമ്മൾക്ക് മുതലെടുക്കണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്യണം എന്നുള്ള ഒരു തന്ത്രമാണ് നമ്മൾ ഇവിടെ രൂപീകരിച്ചത്. അത് ഏതാണ്ട് 100% പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്താണ്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ്റെ സഹകരണം വളരെ വലിയൊരു ആവശ്യമാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിന് അവസാനിപ്പിക്കുന്നതിന്. ആ അജണ്ടയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ തെക്കേ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന് 18-ാം തീയതി അടുത്ത ആഴ്ച അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രതിനിധിയും താലിബാനും ഇസ്ലാമാബാദിൽ വരികയാണ്. ഇമ്രാൻഖാൻ ആദ്യമായിട്ട് അവർ തമ്മിലുള്ള മീഡിയേഷനിലോട്ട് ഇമ്രാൻഖാൻ കടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അതുകൊണ്ടൊരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വേണം ഇതിനെയെല്ലാം സംസാരിക്കേണ്ടത്. രാഷ്ട്രീയ തലത്തിൽ പല രീതിയിലും ഇതിനൊക്കെ കൊണ്ട് പറയാം, അത് ഏത് രീതിയിലും ചൂഷണം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും താല്പര്യങ്ങളെയും ഓരോരുത്തരുടെയും പരിതസ്ഥിതിയും ബാധിച്ചിരിക്കുമായിരിക്കും. പക്ഷേ ഞാൻ വിലയിരുത്തുന്നത് ആ രീതിയിലുള്ള കമ്പൽഷൻസിലല്ല. അതുകൊണ്ട് ഇത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾക്കൊരു വളരെ വലിയൊരു പ്രെഡിക്കമെന്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. നാഷണൽ സെക്യൂരിറ്റി സ്റ്റേറ്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ പാളിച്ചകൾ വളരെ വ്യക്തമാണ്, വളരെ ഇതായിട്ട് നടക്കുന്നു. സർജിക്കൽ സ്ട്രൈക്ക് നടന്നതിന് ശേഷം നടക്കുന്നു, ഇനിയും നടന്നുകൂടാതെയില്ല. ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിതിവിശേഷങ്ങൾ വളരെ വഷളാവുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായിട്ടുള്ള പരാജയമാണ്. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അതായത് ഒരു അതിർത്തിയുടെ പേരിൽ പട്ടാളക്കാർ രാജ്യത്തിന് വേണ്ടി അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ വെച്ച് വോട്ടുപിടിക്കുന്ന പഴയ കാലത്തെ ഓർത്ത്, അതിലെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ ശ്രീ ഭദ്രകുമാർ പറഞ്ഞു വെക്കുന്നത് എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വിലയിരുത്തലാണ്, നയതന്ത്രപരമായ വൈദഗ്ധ്യം അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം, ഇന്ന് ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചില്ലെങ്കിൽ പുറത്താകുന്ന ഒരവസ്ഥ കൂടിയുണ്ടല്ലോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ഇതിന് ഉത്തരവാദികൾ ആര് എന്ന ചോദ്യം വരണ്ടേ? നമ്മുടെ രാജ്യത്ത് മുൻപും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അന്നും പരാജയങ്ങൾ ഉണ്ടായവർക്ക് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് രാവിലെ ഒരു ചർച്ച നടന്നത്, ദേശീയ മാധ്യമങ്ങളിൽ നടന്നത്, ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, കാശ്മീർ ഗവർണർ പുറത്തു പോകണം, കാരണം രാജ്യം ഭരിക്കുന്നത്, ഈ കാശ്മീർ ഭരിക്കുന്നതൊക്കെ ഇവരാണ്, ഈ ഇന്റലിജൻസ് ലാബ്സിന് അവർ ഉത്തരം പറയണം എന്നാണ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്പെസിഫിസിറ്റിയിലേക്ക് അങ്ങ് വന്നില്ലല്ലോ. എന്താണ് പുൽവാമയിൽ ഉണ്ടായ ഇന്റലിജൻസ് വീഴ്ച, എന്താണ് അവിടെ ഉണ്ടായ ആ സുരക്ഷാ വീഴ്ചയിലെ ഉത്തരവാദിത്ത രാഹിത്യം എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ആർക്ക് സീറ്റ് പോകും? അതും കൂടി നെഞ്ചു വിരിച്ച് ഉത്തരം കൊടുക്കണ്ടേ ലോകത്തിന് നമ്മൾ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കേണ്ടതും ഇതിന് ഉത്തരം വരേണ്ടതാണ്. ഉള്ള പ്രശ്നം ഇന്നവിടെ നമ്മുടെ വീരമൃത്യുടഞ്ഞ നമ്മുടെ ധീര ജവാന്മാരുടെ മുഴുവൻ പേരുടെയും അവരുടെ ശരീരം പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആരൊക്കെയാണ് ലിസ്റ്റ് മുഴുവൻ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കയറി എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ എൻ്റെ ബുദ്ധിമുട്ട് റഹീമിനുണ്ടാകും, എനിക്കും ആ ബുദ്ധിമുട്ടുണ്ട്. ശ്രീ പന്ത്രമാർ പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ കാശ്മീരിൽ കഴിഞ്ഞ കുറേ കാലമായി ഒരു പൊളിറ്റിക്കൽ ഡയലോഗ് ഇല്ല. അവിടെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർലോക്കറ്റേഴ്സിന് അയക്കുമായിരുന്നു, ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇന്നത് കുറേയൊക്കെ മാറി എന്ന് മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ ഭദ്രമാൻ പറഞ്ഞ കറക്റ്റാണ്. അവിടെ ഇൻഡിജീനിയസ് ആയ ഇൻസർജൻസി വന്നുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർ പോയി ചാടുവാണ്. നേരത്തെ പാകിസ്ഥാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഫിൽട്രേഷൻസാണ് വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്നലെ ആ കൃത്യം ചെയ്തത് നമ്മുടെ ഒരു കാശ്മീരി പൗരന്, ഇന്ത്യക്കാരൻ പൗരനാണ് ചെയ്തത്. അവിടെ ചെറുപ്പക്കാർ പല രീതിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് ഒത്തിരി വാർത്തകളുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, സൈനികരുമായി ജനക്കൂട്ട് ഏറ്റുമുട്ടുന്നു, സ്ത്രീകൾ തന്നെ സൈനികർക്കെതിരായി നീങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ള ഒത്തിരിയേറെ ഇഷ്യൂസ് അതിനകത്തുണ്ട്. പക്ഷേ അത് ചർച്ച ചെയ്ത് മറ്റ് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് കടക്കാത്തത്, അറിയാത്തതുകൊണ്ടല്ല. ഒത്തിരിയേറെ ഇഷ്യൂസ് ഉണ്ട് അവിടെ. അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡയലോഗ് അവിടെ വേണം, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ അക്കാര്യത്തിൽ നിങ്ങളോട് ചോദ്യം ചോദിച്ചവർക്ക് ചില മറുപടി കൊടുക്കാനുണ്ട്. അത് ഇന്നില്ല എന്ന് മാത്രമാണോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോൾ പറയുന്നത്? 2014 നിങ്ങളോട് ചോദിച്ചു പോയതാണ് അവർ. 2004 അവർക്ക് പറയാനുണ്ടായിരുന്നു. 1999 അവർ പറഞ്ഞു വന്നതാണ്. അതൊക്കെ കേട്ട് വന്നതാണ്. നിങ്ങൾക്കുണ്ടായ പരാജയം എന്താണെന്ന് അവർ ചൂണ്ടിക്കാട്ടിയതാണ്, പട്ടാളക്കാരുടെ പേര് പറഞ്ഞ്. അതിനൊക്കെ നിങ്ങൾക്ക് മറുപടി ഉണ്ട്, ഈ ദിവസമില്ല എന്ന് മാത്രം പറഞ്ഞൊഴിയുകയാണോ ഡൊമിനിക് പ്രസന്റേഷൻ? ലാലെ, നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരില്ലേ? ഒരു ദിവസം കൊണ്ട് തീരില്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഈ ചില പ്രത്യേക സംഭവം ഉണ്ടാകുമ്പോഴേക്കും അന്ന് ഒരു നമ്മളോട് റെസ്ട്രിക്റ്റ് ചെയ്യില്ല, നമ്മൾ നിയന്ത്രിക്കില്ലേ, ആ ഒരു നിയന്ത്രണമാണ് പാലിക്കുന്നത്. മറിച്ച് ഇത് സ്വല്പം സ്റ്റെബിലൈസ് ചെയ്യുമ്പോഴേക്കും ഇത് ചർച്ച ചെയ്യേണ്ടി വരും, ലാബ്സോടെ കണ്ടെത്തേണ്ടി വരും. ഒരു കാര്യം ഞാൻ പറയാം, ഈ കാശ്മീരിൽ ഒരു പൊളിറ്റിക്കൽ ഡയലോഗിന്റെ അഭാവം ഉണ്ട്, ഒരു സംശയക്കാര്യത്തിൽ അതിലേക്ക് പോകേണ്ടി വരും. പക്ഷെ ആ ചർച്ച ഇന്നത്തെ ദിവസത്തിൽ ഒരു ശരിയാണോ എന്നുള്ള സംശയം എനിക്കുള്ളത്. ശരി, ശ്രീ എ റഹീം, ഒരുപക്ഷെ ആ സംശയം ശ്രീ റഹീമിന് ഒരു പരിധിവരെ ഉണ്ട്. പക്ഷെ അതേസമയം ചില ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയും താങ്കൾ കാട്ടിയില്ല. അവിടെ ഈ ദിവസം 40 പേരുടെ മൃതദേഹങ്ങൾക്ക് മുകളിൽ റീത്ത് വെച്ച് രാജ്യം അവർക്ക് സല്യൂട്ട് നൽകുന്ന ഒരു ഘട്ടത്തിൽ ആ വികാരത്തിനൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആ വീരമൃത്യു അമർ രഹേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭൗതികദേഹം മറവിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അവർക്കൊപ്പം ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒരു കുറ്റമല്ല എന്ന് കരുതിക്കൊണ്ട് ചോദിക്കട്ടെ ശ്രീ റഹീം, ഈ കാര്യത്തിൽ രാജ്യത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടേണ്ടതും ചില ഉത്തരവാദിത്തരാഹിത്യങ്ങൾ ഇതാണ് എന്ന് ചൂണ്ടിക്കാട്ടേണ്ടതും ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്നത് കൊണ്ട് കശ്മീരിൽ സംഭവിച്ചത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണോ? നേരത്തെ ശ്രീ നാരായണ നമ്പൂതിരിയും ചില കാര്യങ്ങൾ താങ്കൾ ഓർമ്മിപ്പിച്ചല്ലോ, മറുപടി ഉണ്ടോ? ശ്രീ നാരായണ നമ്പൂതിരി പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ ശ്രീ എം കെ ഭദ്രകുമാർ വളരെ കൃത്യമായി ഈ സന്ദർഭത്തിൽ ഈ സിറ്റുവേഷനെ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്, നമുക്കെല്ലാവർക്കും അത് മനസ്സിലാകുന്ന കാര്യവുമാണ്. ഇവിടെ വരുന്ന പ്രശ്നം, രാജ്യത്ത് സൈനികർക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് പറയേണ്ടി വരുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഈ എല്ലാ കാലത്തും കാശ്മീർ ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് നിങ്ങളെന്ത് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളെന്താണ് ചെയ്തത്? അത് നിങ്ങൾ പറ. നിങ്ങളത് പറയണ്ടേ? നിങ്ങളതെന്ത് ചെയ്തു? നിങ്ങൾ PDP-യുമായുള്ള രാഷ്ട്രീയ സഖ്യം വേർപെട്ടതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഞങ്ങളിങ്ങനെ നോക്കിയതിന് ശേഷം ഇത് വേണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെയാണ്. നിങ്ങളുടെ അടിസ്ഥാനപരമായ BJP-യുടെ RSSന്റെ പൊളിറ്റിക്കൽ ലൈൻ എന്താ? നിങ്ങളുടെ ലൈനുമായി എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു സാദൃശ്യം, എവിടെയെങ്കിലും ഒരു ഒത്തുപോകൽ ഉണ്ടായിരുന്നോ PDP?
അപ്പോൾ അധികാരത്തിന് വേണ്ടി ആരുമായും നിങ്ങൾ കൈകോർക്കും എന്നതിൻ്റെ തെളിവായിരുന്നു PDP. ഹിന്ദുത്വ ആശയം, നിങ്ങളുടെ ബേസ് പൊളിറ്റിക്കൽ ലൈനും നിങ്ങളുടെ ലക്ഷ്യങ്ങളും PDPയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? കാശ്മീരിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടും കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിലെന്താ സംഭവിച്ചത്? അതിനുവേണ്ടി അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അലയൻസിൽ നിങ്ങൾ അതിൽ എന്ത് പ്രയത്നമാണ് നടത്തിയത്? ഈ പറയുന്ന ദിശയിൽ എന്ത് പ്രയത്നം നടത്തി? ഒന്നും നടത്തിയതായി ഞങ്ങൾക്കാർക്കും അറിയില്ല. അപ്പോൾ അത് അധികാര പങ്കാളിത്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൊല്യൂഷൻ മാത്രമാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന കാര്യമാണ്, ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിന്മേൽ ശ്രീ നമ്പൂതിരി മറ്റു കാര്യങ്ങളെല്ലാം അവകാശപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ നിങ്ങളുടെ ഭരണകാലത്ത് നേരത്തെ ഞാൻ പറയാതെ പോയതാണ്. ശ്രീ ലാൽ പറഞ്ഞല്ലോ, ആ കണക്കുകൾ എണ്ണി പറഞ്ഞില്ലേ? നിങ്ങളുടെ കാലത്ത് ഭീകരാക്രമണം, എത്ര പേർ ഭീകരാക്രമണം ഉണ്ടായി? നിങ്ങൾ നോട്ട് നിരോധിച്ചപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അവകാശവാദം? നിങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോഴെന്തായിരുന്നു അവകാശവാദം? ഇവിടെ വരുന്നൊരു പ്രശ്നം, നിങ്ങൾ മോദിയെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഈ രാജ്യത്തിന് രക്ഷ കൊടുക്കാൻ കഴിയുന്ന വലിയൊരാളായിട്ടാണ്, സേവിയറായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പരക്കെയുള്ള വിദേശയാത്രകൾ, ആ വിദേശയാത്രകൾക്ക് നിങ്ങൾ കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നു? നിങ്ങൾ ബാലൻസ് ഷീറ്റ് അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, രാജ്യം ലോകത്താകെ വളരെ പ്രധാനമായി തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിൽ മോദി നിങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ ഖ്യാതി, നിങ്ങൾ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ നയതന്ത്ര ബന്ധങ്ങളിൽ നയതന്ത്ര ബന്ധത്തെ സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള എന്ത് യാത്രയാണ് അദ്ദേഹം നടത്തിയത്? എന്തെങ്കിലും ഒരു യാത്ര കൂടുതൽ കടുത്ത ഭാഷയിൽ പറയണമെന്നുണ്ട്, ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. അതുപോലുള്ള യാത്രകൾക്ക് പിന്നാമ്പുറങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഇതേ സമയത്ത് തന്നെ ഇന്ത്യ വേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ യാത്രയും എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ലോകരാജ്യങ്ങളുടെ വളരെ സ്നേഹവും സൗഹൃദവും നമുക്ക് ലഭ്യമായി എന്ന് പറയാനാകുമോ? വളരെ മുതിർന്ന നയതന്ത്രജ്ഞനായ ശ്രീ MK ഭദ്രകുമാറോടെ സൂചിപ്പിച്ചില്ലേ, ഈ പർട്ടിക്കുലർ സിറ്റുവേഷൻ, ഇതൊരു ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷനാണല്ലോ. നമ്മൾ ആക്രമിക്കപ്പെട്ടു, ഏകപക്ഷീയമായി ആക്രമിക്കപ്പെട്ടു, നീതിരഹിതമായി ആക്രമിക്കപ്പെട്ടു. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ എന്ത് സഹായമാണ്, എന്ത് പിന്തുണയാണ് നമുക്ക് അറിയിച്ചെടുക്കാൻ കഴിഞ്ഞത്? അപ്പോൾ ഇത് വരുന്ന പ്രശ്നം ലാൽ, ഇതുവരെ നടന്നത് മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ടേക്കാണ് അവർ എടുക്കാൻ പോകുന്നത്? പ്രധാനമന്ത്രിയുടെ വാക്യങ്ങൾ, പ്രധാനമന്ത്രിയുടെ പ്രസംഗം, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്, ഇതെല്ലാം ഏത് ദിശയിലേക്കാണ് പോകുന്നത്? ഒന്ന്, രാജ്യത്ത് ഇപ്പോൾ ഈ വരുന്നത് പോലെ BJP വളരെ ശക്തമായ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭം, ഭരണത്തിലേക്ക് പോകുന്നു. ഇതിനു മുമ്പ് നടന്ന സെമിഫൈനൽ എന്ന് പറയാവുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് കനത്ത പരാജയമുണ്ടായ ഒരു തിരഞ്ഞെടുപ്പ്. ദെൻ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നമുക്ക് ദിവസങ്ങൾ മാത്രമാണ് മുൻപിലുള്ളത്. ഇത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷന് മുമ്പ് സംഭവിച്ച ഒരു വലിയ നിർണായകമായ സംഭവമാണ്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്ത്, സുരക്ഷാ വീഴ്ച എന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിശോധിക്കാമെന്ന് വെക്കാം. പക്ഷെ വരും ദിനങ്ങൾ നിർണായകമാണ്. BJP ഇതിനെ എങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഭരിക്കുന്നവർ എങ്ങനെ ഇതിനെ എടുക്കാൻ ഉദ്ദേശിക്കും? അത് ഇന്ത്യയെ എവിടേക്കായിരിക്കും കൊണ്ടെത്തിക്കാൻ നോക്കുക? അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിൽ ഒരുപാട് ആകുലതകളുണ്ട്. ഞാൻ ആകുലതകളൊന്നും പങ്കുവെക്കുന്നില്ല. പക്ഷേ വരാൻ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. രാജ്യമാകെ ഒറ്റക്കെട്ടായി ഇവർക്കൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു ഗവൺമെന്റിന് ഇന്ത്യ ഒറ്റക്കെട്ടാണ്, അതിൽ സംശയമില്ല. പക്ഷേ നിങ്ങളുടെ നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി പോകുമോ എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു സർക്കാർ പുൽവാമയെ എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാടിനെയും ചിലപ്പോൾ വ്യത്യസ്തമാക്കാൻ ഇടയാക്കുന്നത്. ശ്രീ നാരായണൻ നമ്പൂതിരി, പ്രതിപക്ഷം ഇന്നത്തെ ദിവസം ചോദിക്കാതിരിക്കുന്നത് പോകട്ടെ, പക്ഷേ സർക്കാരിനൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പതിവ് ശൈലിയിൽ തന്നെ രാജ്യത്തിന് വലിയ ശക്തി പകരുന്ന രീതിയിലുള്ള പ്രസംഗം നൽകുന്നുണ്ട്. ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതുപോലെ ഇതിന് തിരിച്ചടിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് ആവേശമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാജ്യത്തെ ഇപ്പോൾ തെരുവിലുള്ള വിഷമിച്ച് ഈ പറയുന്ന ജവാന്മാർക്കൊപ്പം ചോര തിളച്ചു നിൽക്കുന്ന രാജ്യത്തെ ജനതയ്ക്കൊപ്പം നിൽക്കുന്ന ശബ്ദം നരേന്ദ്രമോദിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ പറയേണ്ട ചില ചോദ്യങ്ങളില്ലെങ്കിലും ഉത്തരങ്ങളായി നൽകേണ്ട ഉത്തരവാദിത്തമില്ലേ നരേന്ദ്രമോദിക്ക്? ആർക്കാണ് ഈ വീഴ്ചയ്ക്കുള്ള ഉത്തരവാദിത്തം? പുൽവാമയിൽ സംഭവിച്ചത് അസ്വാഭാവികമായ ഒന്നല്ല എങ്കിൽ പിന്നെ എന്താണ്? പാകിസ്ഥാനുമായി ബന്ധമുള്ള ഇപ്പുറമുള്ളവർക്ക് കൊടുത്ത തണൽ
ഈ കാലം അത്രയും പഴയ സർക്കാരുകൾ കൊടുത്തിരുന്ന തണൽ എന്ന് ആക്ഷേപിച്ച നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയേണ്ടതില്ലേ? നേരത്തെ ശ്രീ ഭദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ പാകിസ്ഥാനുമായുള്ള ഒരു നയതന്ത്ര ബന്ധത്തിന്റെ തുടർച്ചയ്ക്കുള്ള ഒരു സാധ്യതയും ഇക്കാലം അത്രയും നടന്നില്ല എന്ന് ഈ ദിവസം ഓർമ്മിപ്പിച്ച ഒരു ഘട്ടത്തിലേക്ക് നയിച്ചത് എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ആരും ചോദിച്ചില്ലെങ്കിലും പറയേണ്ടത് ആരാണ്? ഒന്ന് ഭദ്രകുമാർ തന്നെ ആദ്യം സൂചിപ്പിച്ചു, BJP അധികാരത്തിൽ വരുമ്പോൾ സാർക്ക് രാഷ്ട്രങ്ങളെ വിളിക്കുകയും ഇത്രയേറെ ഡയറക്റ്റായി എൻഗേജ് ചെയ്ത ഒരു കാലം വരെ ഉണ്ടായിട്ടുണ്ടോ? ഡയറക്റ്റായി ഒഫീഷ്യലായും അൺഒഫീഷ്യലായും എല്ലാം പാകിസ്ഥാനുമായി ഇന്ത്യൻ ഭരണകൂടം എൻഗേജ് ചെയ്യുമ്പോഴും ആരെയും അറിയിക്കാതെ സ്വന്തം ക്യാബിനറ്റിലെ മന്ത്രിമാർ പോലും അറിയാതെ വിമാനം മാറ്റിപ്പറപ്പിച്ച് ബിരിയാണി കഴിച്ച് ഡിപ്ലോമസി നടത്തിയതും നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇസ്രായേലിലെ ഒരു പുഷ്പത്തിനിട്ട പേരിന്റെ പേരിൽ എന്ത് പ്രയോജനം? ലാലെ, അതുകൊണ്ട് പ്രയോജനമില്ലാത്തത് കൊണ്ട് ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു വീണ്ടും സംസാരിക്കണമെന്ന്. അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇനി സംസാരിക്കുന്നില്ല, വാക്കല്ല തോക്കേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഭദ്രകുമാറും റഹീമും എല്ലാം അന്താരാഷ്ട്ര നിലപാടുകൾ സൂചിപ്പിച്ചു. നോക്കൂ, പാകിസ്ഥാന്റെ സാഹചര്യം എന്താ? ഇപ്പോ ഒരു തികഞ്ഞ സാമ്പത്തിക പാപ്പരത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ ഇന്ന് സഹായിക്കുന്നത് കേവലം ലോകത്തെ 3 രാജ്യങ്ങൾ മാത്രമാണ്. ഒന്ന് ചൈന, സൗദി അറേബ്യ, UAE. ഈ 3 രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായമാണ് പാകിസ്ഥാനെ നിലനിർത്തുന്നത്. IMF-ലേക്ക് വീണ്ടും ലോണിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ തീവ്രവാദ ആക്രമണം ഇന്ന് രാവിലെ ഉണ്ടായതല്ല, ഇന്നലെ രാത്രി ഉണ്ടായതല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ലോകം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ മോദിക്ക് അറിയാവുന്ന കാര്യം. ഈ ദിവസം പുൽവാമയിൽ 40 പേരുടെ ജീവൻ എടുത്തതിന് ഉത്തരവാദികൾ ആര്? ഈ ചോദ്യത്തിന് 41 കുടുംബങ്ങൾക്കല്ല സാർ, ഈ രാജ്യത്തിനാണ് ഉത്തരം വേണ്ടത്. ലാലെ, കൈ കൂപ്പിക്കൊണ്ട് പറയുകയാ, നിങ്ങൾ അവരോടൊന്നും ഇടയ്ക്ക് ഇടപെട്ടില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരല്ല സാർ ഇന്ന് ഉത്തരം പറയേണ്ടത്. ചൈനീസ് പക്ഷപാതിയായ ചാനൽ ആകരുത് കേട്ടോ, പ്ലീസ്. കൈരളി ചാനൽ ചൈനയുടെ നയം പിന്തുടരുന്ന ചാനലായി മാറരുത്. ഇപ്പോഴാണ് താങ്കൾ യഥാർത്ഥ NDTV-യുടെ ജേർണലിസ്റ്റിനെ എന്നോട് സംസാരിക്കാൻ അനുവദിക്കാത്തതാ. ലാലെ, ഞാൻ കാര്യത്തിലേക്ക് വരുമ്പോൾ ലാൽ ഇടപെടുന്നു. ലാൽ എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. ലാൽ എന്നെ ചൈനീസ് അംബാസഡർ പാകിസ്ഥാനെതിരായുള്ള ആരോപണം കേൾക്കാൻ വിസമ്മതിക്കുന്നത് പോലെ ഞാൻ പറയുന്നത് ലാൽ കേൾക്കാൻ തയ്യാറാകുന്നില്ല. എന്തൊരു സാമ്യമായത്! എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ അനുവദിക്കുന്നില്ല? അല്പസമയം കിട്ടിയപ്പോൾ എന്റെ ലാലെ, ഞാൻ അത് തന്നെയാ പറയുന്നത്. ലാലെ, ഞാൻ ഒന്നുകിൽ എന്നെ പറയാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ താങ്കൾ ചോദ്യം തുറന്നുകൊണ്ടേയിരിക്കൂ. ഞാൻ പറയാൻ തുടങ്ങുകയാണ്. ചൈന ഒഴികെയുള്ള മുഴുവൻ ലോകരാജ്യങ്ങളും അതിശക്തമായ നിലയിൽ ഇന്ന് ആക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യയോടൊപ്പം ചൈനയും പ്രതികരിച്ചു സാർ. ചൈനയും പറഞ്ഞു. പക്ഷെ നിങ്ങൾ ചോദിച്ച ഉത്തരത്തിന് അതേ ഭാഷയിൽ ഉത്തരം തന്നില്ല. മസൂദ് അസറിനെ ഒരു ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കുന്ന ഒരു വാചകം പറഞ്ഞില്ല. തീവ്രവാദത്തെ എതിർത്തു. മസൂദ് അസറിനെ, അത് അവിടാണ് കുഴപ്പം. മസൂദ് അസറിനെ ഒരാഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നുള്ള ചൈനയുടെ നിലപാട് നിങ്ങൾ പറ്റാത്തതിനെ UN വകുപ്പുകളാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. ചൈന മാത്രം, ബാക്കിയുള്ള എല്ലാ ശക്തികളും മസൂദിനെ തീവ്രവാദിയായി, അന്താരാഷ്ട്ര തീവ്രവാദിയായി. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് അങ്ങയിലേക്ക് വരാം. ഈ കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളുമായി വലിയ ജ്ഞാനമില്ലാത്തത് കൊണ്ട് ഈ മസൂദ് അസറിനെ ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിച്ച ഒരു വാചകം പല രാജ്യങ്ങളും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ചൈന പറഞ്ഞാൽ ആഗോള ടെററിസ്റ്റ് ആക്കി മാറ്റാനാകുന്നതാണോ? ഇല്ലില്ല, അതിന് ചില പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട്. ചൈന അതിനെ എതിർക്കുന്നില്ല. ചൈന പറയുന്നത് അതിന് ആവശ്യമുള്ള രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഐക്യരാഷ്ട്രസഭയിലെ ആ കമ്മിറ്റിയിൽ ഒരു കമ്മിറ്റിയാണ് ഇതിനെ അവലോകനം ചെയ്യുന്നത്. ആ കമ്മിറ്റി അവലോകനം ചെയ്യുമ്പോൾ അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വിവരങ്ങൾ, ഡേറ്റ അവിടെ സമർത്ഥിക്കണമെന്നുള്ളതാണ്. അതിൽ നമ്മൾ ഇതുവരെ അത് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ശരി, അപ്പോൾ ശ്രീ നാരായണൻ നമ്പൂതിരി, അതാണ് കാര്യം. ലാലെ, ചൈനയ്ക്ക് മാത്രം എന്താ, അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും
മസൂദിനെ അന്താരാഷ്ട്ര തീവ്രവാദിയായി പ്രഖ്യാപിക്കാൻ തയ്യാറാകുമ്പോൾ അത് ചർച്ചക്കെടുക്കാൻ പോലും ചൈന തയ്യാറാകുന്നില്ലെന്നുള്ളതല്ലേ ഇത് പാകിസ്ഥാനിൽ എല്ലാ തെളിവും കൊടുത്തു, അത് ഡോക്യുമെന്റ് ആണെന്ന് പറയുന്നത് പോലെ. ഒറ്റ കാര്യം, അപ്പോൾ ചൈന എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം വിചാരിച്ചുകൊണ്ടാണോ ഈ അന്താരാഷ്ട്ര ANC ഇത് പ്രഖ്യാപിക്കാതിരിക്കുന്നത്? താങ്കൾ പറയുന്നത് ബാക്കി എല്ലാവരും സമ്മതിച്ചു. ചൈന സ്ഥിരാംഗത്തിന്റെ എല്ലാ സ്ഥിരാംഗങ്ങളും സമ്മതിക്കാതെ അത് ചർച്ചയ്ക്കെടുക്കാൻ പറ്റില്ല. യാഥാർത്ഥ്യമതല്ലേ മറയ്ക്കുന്നത്? ശ്രീ നാരായണ നമ്പൂതിരി, അക്കാര്യത്തിൽ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തിലെ ചർച്ചയിലേക്ക് പോകാം. എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. അല്ല ശ്രീ നമ്പൂതിരി, ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകേണ്ട കാര്യം അറിയാമോ? ഈ പറയുന്ന ഒരു പച്ചക്കള്ളം ഇവരുടെ ഗ്രൂപ്പുകൾ വഴി ഇവർ പ്രചരിപ്പിക്കുകയാണ്. ഇവർ ഈ പറയുന്ന പ്രശ്നത്തിനിടയിൽ ഇവരെടുക്കുന്ന എന്താ? ആന്റി ചൈന എന്നാണ്. ചൈന വേറൊരു രാജ്യമാണ് സാർ. ഞാൻ ചോദിക്കട്ടെ, ആ ചൈന എടുക്കുന്ന നിലപാട് അവരുടെ രാജ്യത്തിന് പറഞ്ഞിട്ടില്ല. ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ പ്ലീസ്. രാജ്യമാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ പഠിപ്പിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, അവർ തന്നെ നാളെ നമ്മളെ ആക്രമിക്കാൻ വന്നാലും നമുക്ക് ചേർത്ത് നിൽക്കണ്ടേ? ഞാൻ പറയുന്നത് ഇന്ത്യയുടെ സുരക്ഷ അത് വേറൊരു രാജ്യത്തിന്റെ നിലപാടിൽ നമ്മൾ എന്തിനാ തർക്കിക്കുന്നേ? അത് വേറൊരു രാജ്യമാണ്. ആ ചൈന നാളെ നമുക്കെതിരെ വന്നാൽ നമുക്ക് നേരിടണ്ടേ? അതിന് നമ്മൾ സുശക്തരാണോ? അപ്പോഴും പച്ചക്കള്ളമാണ്. അല്ലല്ല, ഇന്ത്യയുടെ അതിർത്തി കാക്കാൻ ചൈനയുടെ സഹായം ഒന്നും വേണ്ട. ഒരു രാജ്യത്തിന്റെ ചൈനയുടെ പ്രതിനിധികൾ ഇവിടെ ഇല്ല. നമുക്ക് ആ ചർച്ച ചൈനയുടെ പ്രതിനിധികൾ ഇവിടെ ഇല്ല. അതേക്ക് ചർച്ച കൊണ്ടുപോകില്ല. ശ്രീ നാരായണ നമ്പൂതിരി, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനത്തെ ഒരു ചോദ്യം വളരെ ചുരുക്കി അങ്ങ് പറയാമെങ്കിൽ, ശ്രീ നാരായണ നമ്പൂതിരി, താങ്കളോട് ഒരു ചോദ്യം, അവസാന സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഇന്നത്തെ ദിവസം രാഷ്ട്രീയം പറയുന്നവർ ആരൊക്കെയാണെങ്കിലും അവരൊക്കെ ദേശദ്രോഹികളുടെ കൂട്ടത്തിലേക്ക് പോകുന്നു എന്ന വാചകം മാത്രമാണ് ഇനി പറയാൻ ബാക്കിയുള്ളത്. പക്ഷേ ഇന്ന് രവിശങ്കർ പ്രസാദ് ഈ ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചിട്ട് ചെയ്ത പ്രവൃത്തി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്, ഈ ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് NDAയുടെ സഖ്യശക്തി വർദ്ധിപ്പിക്കാൻ AADMK ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയുടെ കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ ഇതിനിടയിൽ പുൽവാമ ഒരു വശത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും തെരഞ്ഞെടുപ്പിന്റെ ഒരു അംഗം തട്ട് റെഡിയാക്കൽ എന്ന പ്രക്രിയയാണ്. പുൽവാമയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ സെറ്റിടൽ ഒരു പശ്ചാത്തലം എന്നൊരു കർത്തവ്യം കൂടി നിർവഹിക്കാനുണ്ടോ ശ്രീ നാരായണ നമ്പൂതിരി BJPയെ സംബന്ധിച്ചിടത്തോളം? പുൽവാമയും തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പ് വരും, മന്ത്രിസഭ വരും, ഭരണകൂടം വരും, മുന്നോട്ട് പോകും. ഇന്ത്യയുടെ അതിർത്തി കാക്കുക, ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുക, ഇന്ത്യയുടെ ജവാന്മാരെ, ഇന്ത്യൻ ജനതയുടെ ഉറക്കത്തിലും കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ ജവാന്മാരുടെ ജീവൻ സംരക്ഷിക്കുക, അതിനെതിരായുള്ള അക്രമത്തെ നഖശികാന്തം പരാജയപ്പെടുത്തുക, ആ അക്രമകാരികളെ ഉന്മൂലനം ചെയ്യുക. അത് നാളത്തെ സർവകക്ഷി യോഗത്തിൽ ഭരണകൂടത്തിന്റെ നിലപാട് നാളെ പറയും. ശരി, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒരു 30 സെക്കൻഡ് ശ്രീ ഭദ്രകുമാർ, അങ്ങനെ കരുതാമോ? രാഷ്ട്രീയമായി ഇതിനൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞിടത്ത് താങ്കൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഇതിൽ സ്ഥാനമുണ്ടോ? സ്ഥാനം ഉണ്ടോ ഇല്ലെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് എന്ത് തരത്തിലുള്ള കണക്കുകൂട്ടലാണെന്ന് മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഫോഴ്സസിന് ഫുൾ ഫ്രീഡം കൊടുക്കുന്നു എന്നുള്ളത് പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. അതുകൊണ്ട് കാര്യമൊന്നും മാറാൻ പോകുന്നില്ല. അപ്പം ഏത് രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? തിരഞ്ഞെടുപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം മുന്നിലുള്ളത്. അതിന്റെ കാഴ്ചപ്പാടിൽ ചെയ്യേണ്ടി വരും, ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ സന്ദേഹിക്കുന്നത്. എന്തായാലും പുൽവാമ വലിയ വേദനയാണ് ഇന്ന് രാജ്യത്തിന്. അത് പല ചോദ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ രാത്രിയെ കടന്നു പോകാൻ രാജ്യത്തെ ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സന്ദേശം നൽകുന്നുണ്ട്. അതേസമയം ഉത്തരങ്ങൾ ഒരുപാട് കിട്ടാനുണ്ട്. അതെവിടെ നിന്ന് കിട്ടുമെന്നത് തന്നെയായിരിക്കും അടുത്ത ദിവസത്തെ വലിയ ചോദ്യങ്ങളും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന്